ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിക്കോണം കേട്ടോ, 4-5 ദിവസമായിക്കോണം വീഡിയോ ഇട്ടിട്ട്, ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഒന്ന് വിരുന്ന് പോയി, അതിനാലാകെ മടി പിടിച്ചു. വിരുന്ന് പോയി, അവിടെ പോയി അങ്ങനെ അനിയത്തികളും എൻ്റെ വീട്ടിലേക്ക് കേട്ടോ വിരുന്ന് പോയിരുന്നത്. അപ്പോൾ സ്കൂൾ പൂട്ടിക്കല്ല വ്യാഴാഴ്ച, പിന്നെ വെള്ളിയാഴ്ച മദ്രസും ഇല്ലല്ലോ, അങ്ങനെ ഒന്നാണ് വിരുന്ന് പോയി. അതിനാൽ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ആകെ ഒരു മടിയായി. വിരുന്ന് പോയി നമുക്ക് അവിടെ പണികളൊന്നുമില്ല, അങ്ങനെ അനിയത്തികളും എല്ലാവരും കൂടി ആകുമ്പോൾ വർത്താനം പറഞ്ഞ് നേരം പോണതും അറിയില്ല. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരുന്ന് 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയി. അപ്പോൾ നമ്മളിപ്പോൾ വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച വൈകുന്നേരം വന്നിട്ടുണ്ട്. പിന്നെ തിങ്കളാഴ്ച വീഡിയോ ഒന്നും എടുത്തില്ല, വിരുന്ന് പോയി വന്ന തിരക്കായിരുന്നു. ഒക്കെ ആകെ തട്ടിക്കൊട്ടലും അടിക്കലും കോരലും തുടക്കലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, വേഗം അങ്ങനത്തെ പണികളൊക്കെ ഒരുക്കി. അപ്പോൾ നമ്മൾ രാവിലെ ചോറിനില്ല വെള്ളമൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് പൊറാട്ട കൊടുന്നിക്കുകയാണ്. അപ്പോൾ പൊറാട്ടയും കറിയൊക്കെ കൊടുന്നിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറിനിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അന്ന് നമുക്ക് കറിക്ക് പിന്നെ കുമ്പളങ്ങയും വാഴയ്ക്ക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി ഞാൻ കുക്കറിലിട്ട് ഗ്യാസ്മ വെക്കുക കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ കറിക്കുള്ളതൊക്കെ കുക്കറിലിട്ട് ഗ്യാസ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഉപ്പേരിക്ക് ക്യാരറ്റാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഊറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിക്ക് 2 പച്ചമുളകൊക്കെ അങ്ങനെ നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി വെച്ച അടുപ്പത്ത് തന്നെയാണ്, ചോറ് മാങ്ങിയ അടുപ്പത്ത് തന്നെയാണ് കൂട്ടാനും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നമ്മളെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി ആവിയിൽ ഇങ്ങനെ വേവിച്ചാണ്. അതുതന്നെയാണ് ഇന്നത്തെ ഉപ്പേരി, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും ഇടണില്ല കേട്ടോ, സാധാരണ ഒരു ഉപ്പേരി. അപ്പോൾ ഞാനിതൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുണ്ടാക്കുമ്പോഴും ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഉപ്പ് ഇട്ട കാര്യം പറയാൻ മറക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇട്ടത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഓർമ്മ വരിക. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു മുരിങ്ങാത്തോരനും കൂടി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആക്കിയിട്ട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കൊണ്ടു. അപ്പോൾ അങ്ങനെ നമ്മളെ കറി ഞാൻ ശരിയാക്കിയിട്ടില്ല കേട്ടോ, തേങ്ങയൊന്നും പറഞ്ഞ് ശരിയാക്കിയിട്ടില്ല. പിന്നെ നമ്മളെ കൂട്ടാങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, മുരിങ്ങാത്തോരനും ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ കറിയൊക്കെ നേരാക്കണത്. അപ്പോൾ കറി കുക്കറിൽ നിന്നൊക്കെ വേറെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിക്ക് പുളിയൊക്കെ പറഞ്ഞ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ തേങ്ങ കരച്ച് വെച്ചതേക്ക് പാർന്ന് കൊടുക്കുകയാണ്. തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടി അരച്ചത്. അപ്പോൾ ഇനി കറിയൊക്കെ ഒന്ന് പാർന്ന് അതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കടുകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് കറിക്ക് പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുമ്പളങ്ങ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയും വാഴയ്ക്കയും കൂടിയുള്ള കറി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 4 എടുത്ത് പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മുളകൊക്കെ ഉണങ്ങി നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനെടുത്ത് പൊരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കൂട്ടാങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികൾ ഏതായാലും വീട്ടിലുള്ളതല്ലേ. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കൊടുത്തിട്ട് പിന്നെ സേമിയ പായസം കേട്ടോ ഉണ്ടാക്കുന്നത്.
അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ട് ഞാൻ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വറുത്ത സേമിയ തന്നെയാണ്, എന്നാലും ഒന്നും കൂടി ആ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുക്കാത്ത സേമിയനാണ് ഈ കളറൊക്കെ ആകുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. പിന്നെ ഞാനതൊക്കെ ആ നെയ്യിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം വറ്റുവോളം അതൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയന് കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 പേക്ക് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കണത്. അപ്പോൾ പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പാൽ തിളക്കുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാൽ പാടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പാൽ തിളച്ച് വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ പാലൊക്കെ നല്ലോണം തിളച്ച് സേമിയനൊക്കെ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഞാനത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കായൻ്റെ കുരു മാത്രമാണ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊക്കെ അവനാൻ്റെ ഇതിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചിലർക്ക് കുറഞ്ഞ മധുരം മതിയാവും, ചിലർക്ക് കൂടുതൽ വേണം. അപ്പോൾ അതൊക്കെ അവനാൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പാൽപ്പൊടി കലക്കി ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കണത്. അങ്ങനെ ചെയ്താൽ നല്ല കുറുക്കം കിട്ടും പായസം. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.